ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് IT ഇൻഡസ്ട്രി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ന്യൂ ത്രെഡുകളാണ്. IT ഇൻഡസ്ട്രിയുടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് സാധ്യതകളും അതുപോലെ എന്താണ് IT ഇൻഡസ്ട്രിയുടെ ത്രെഡുകളെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ IT ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. IT ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലേ, നമ്മുടെ സൊസൈറ്റിയിലും ഈ ഇൻഡസ്ട്രിയിലും മൊത്തത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെന്താണ്, ആസ് ദ വേൾഡ് ബിക്കം മോർ ഡിജിറ്റൈസ്ഡ് കമ്പനീസ് ആർ ട്രാൻസ്ഫോം ടു യൂസ് ടെക്നോളജി മോർ ഇൻ്റലിജൻ്റ്ലി ആൻഡ് സ്ട്രെയിറ്റ്ലി. അതായത് എന്താണ്, ഇപ്പം എന്താണ്, ലോകം മുഴുവൻ അല്ലേ, വേൾഡ് ഫുൾ എന്താണ്, ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും വെച്ചാൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളും ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണിപ്പം. അപ്പം മോസ്റ്റ് ഓഫ് ദ കമ്പനീസും എന്താണ്, അവരുടെ സാങ്കേതിക വിദ്യയെ കൂടുതൽ എന്താണ് ഇൻ്റലിജൻറ്റും അതുപോലെ സ്ട്രാറ്റജിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കമ്പനീസ് എന്താ ചെയ്തേ, ട്രാൻസ്ഫോമിങ് ടു യൂസ് ദെയർ മോർ ഇൻ്റലിജൻ്റ്ലി ആൻഡ് സ്ട്രാറ്റജിക്കലി. ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായും അതുപോലെ എന്താണ് ടെക്നിക്കൽ യന്ത്രപരമായിട്ടും എന്തായിട്ട് സ്ട്രാറ്റജിക്കലായിട്ടും അവരെന്ത് ചെയ്തു, IT അതായത് ഇൻഫർമേഷൻ ടെക്നോളജിനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ IT മേഖലയിൽ പുതിയ പുതിയ എന്താണ് ജോലികൾ, പുതിയ പുതിയ ന്യൂ ജോബുകൾ ഒക്കെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയി. അങ്ങനെ എന്താണ്, ഓരോ കമ്പനീസും എന്താണ് അവരുടെ ടെക്നോളജി എന്ത് ചെയ്തു, ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ എന്താണ് പുതിയ പുതിയ ജോലികൾ എന്ത് ചെയ്തു, IT സെക്ടറിൽ ക്രിയേറ്റ് ആയി. അതിൻ്റെ പരമായിട്ട് പഴയ കുറേ ജോലികൾ എന്ത് ചെയ്തു, ഏർലിയർ ജോലികൾ ഇല്ലാണ്ടാവുകയും ചെയ്തു. അതായത് ഡിജിറ്റലൈസ് ആകുന്ന കേസിൽ എന്താണ്, പുതിയ ജോലികൾ, ന്യൂ ജോബുകൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് കുറേ മുൻകാല ജോലികൾ കാലഹരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കേസിൽ എവല്യൂഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ രണ്ട് വേർഡുകൾ എന്താണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രണ്ട് വേർഡുകളാണ് അല്ലേ. എന്താണ്, എവല്യൂഷൻ നടന്നതിനനുസരിച്ചിട്ട് എന്തായി, പരിണാമവും പരിവർത്തനവും. എവല്യൂഷൻ മീൻസ് പരിണാമം, പരിവർത്തനവും എവല്യൂഷനും ട്രാൻസ്ഫോർമേഷനും. അപ്പോൾ എന്താണ്, എവല്യൂഷൻ്റെയും ട്രാൻസ്ഫോർമേഷൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ ഒരു ജനറേഷൻ ഏജിൽ എന്ത് സംഭവിക്കുന്നു, മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാവുന്നതാണ്, ഡേ ടു ഡേ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അല്ലേ. മെനി ഓഫ് ദ ഫ്യൂച്ചേഴ്സ് ജോബ് ഓൾറെഡി എക്സിസ്റ്റ് എറ്റ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടാസ്ക് വിത്തിൻ ദോസ് ജോബ് റോൾ വിൽ മോർഫ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. അതായത് ഓൾമോസ്റ്റ് എന്താണ് ടെക്നിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ ജോബുകളും എക്സിസ്റ്റ് ആണ്. പക്ഷേ എന്താണ്, ഡേ ടു ഡേ ദിവസങ്ങൾ വരുന്നതനുസരിച്ചിട്ട് എന്താണ്, അത് അതിൻ്റെ ഓരോ ജോലിയുടെയും റോളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുകയും അതുപോലെ മോർഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ, രൂപാന്തരപ്പെടുകയും മാറിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോ ജോലികളുടെ ഇതിനും എന്താണ് അവരുടെ റോളുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ദ ഫോളോവിങ് are a few key job role of a future in 4 different spheres of the IT sector. അതായത് നമ്മുടെ IT മേഖലയിൽ എന്താണ് 4 വ്യത്യസ്ത മേഖലകളിലുള്ള ഭാവിയിലെ ചില പ്രധാന തൊഴിലവസരങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് ഇനി ഫ്യൂച്ചറിൽ വരാവുന്ന കുറച്ച് തൊഴിൽപരമായിട്ടുള്ള കുറച്ച് റോളുകൾ. ഫസ്റ്റ് വണ്ണാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുണ്ടാകുന്ന, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ എന്താണ് ഡെവലപ്മെൻറ്റ്, ITയുടെ ഡെവലപ്മെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സെക്യൂരിറ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. അതൊക്കെ എന്താണ് ജോബ് ബേസ്ഡ് പുതിയ പുതിയ ജോലികൾ വരാനുള്ള സാധ്യതയുള്ള കുറച്ച് ഫീൽഡുകളാണ്. അതുപോലെ ഡേറ്റ, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡേറ്റ. ബട്ട് ദേ വിൽ മോർഫ് ഓവർ ടൈം. അതും എന്താണ്, ഈ 4 കാര്യങ്ങളും ഓരോ ദിവസവും എന്താണ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ
ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ പറയുന്ന 4 ഫീൽഡിൽ തന്നെ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആ ഓരോ ഫീൽഡും ആ ഓരോ സ്പിയേഴ്സും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് വേണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജിയായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾ, അതുമായിട്ട് ബേസ്ഡുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദീസ് റേഞ്ച് ഫ്രം ടെക്നിക്കൽ സപ്പോർട്ട് ടു ഹെൽപ്പ് ഡെസ്ക് ആൻഡ് സർവീസ് ഡെസ്ക് വർക്കേഴ്സ്. അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിലെ അതെന്ന് പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ട് മുതൽ ഹെൽപ്പ് ഡെസ്ക് സർവീസുകൾ വരെയുള്ള ആൾക്കാരെ എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്താണ് കൺസിഡർ ചെയ്യുന്നത്. ടെക്നിക്കൽ സപ്പോർട്ട് തൊട്ട് ഹെൽപ്പ് ഡെസ്ക് അതുപോലെ സർവീസ് ഡെസ്ക് വർക്കേഴ്സിനെ എല്ലാം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പർച്യൂണിറ്റിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ദ ടെക്നിക്കൽ സപ്പോർട്ട് റോൾ ഈസ് ഡിസ്ക്രൈബ്ഡ് അണ്ടർ IT സർവീസ് മാനേജർ. അതായത് ടെക്നിക്കൽ സപ്പോർട്ട് റോളുകളില്ലേ, ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന IT സർവീസ് മാനേജറിൻ്റെ കീഴിലുള്ള ആൾക്കാരാണ്. IT സർവീസ് മാനേജറിൻ്റെ കീഴിലാണ് ടെക്നിക്കൽ സപ്പോർട്ട് റോളുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നിക്കൽ സപ്പോർട്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പർച്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്, അതായത് IT സർവീസ് മാനേജേഴ്സിൻ്റെ കീഴിലുള്ള ആൾക്കാർ. ഓക്കെ, ഹിസ് ജോബ് റോൾ ഹാസ് മൂവ്ഡ് ബിയോണ്ട് ബ്രേക്ക് ഫിക്സ് സപ്പോർട്ട്. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം PC സപ്പോർട്ട് ടു നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ്, മൊബൈൽ ഫോൺ ഡിവൈസ് സപ്പോർട്ട്, ലോഗിൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ സപ്പോർട്ട് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് ഈ IT സർവീസ് മാനേജറുടെ ജോലി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സാഹചര്യം അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിങ്, അതുപോലെ എന്താണ് മൊബൈൽ ഫോൺ ഡിവൈസുകളെ സപ്പോർട്ട് ചെയ്യുക, ലോഗിൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ സപ്പോർട്ട്, അതുപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ട്രബിൾ ഷൂട്ടിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഈ IT സർവീസ് മാനേജർ ആയിരിക്കും. അതുപോലെ എന്താണ് നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് അഡീഷണൽ ജോബ് റോൾസ് ഇൻ ദ സ്പിയർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ് സിസ്റ്റം എഞ്ചിനീയർ ഓർ ക്ലൗഡ് വെർച്വലൈസേഷൻ എഞ്ചിനീയർ, ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ക്ലൗഡ് ആർക്കിടെക്ട്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ജോബുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും സിസ്റ്റം എഞ്ചിനീയറോ ക്ലൗഡ് വെർച്വലൈസേഷൻ എഞ്ചിനീയറോ അതുപോലെ ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ ക്ലൗഡ് ആർക്കിടെക്റ്റ്. അപ്പം ഈ ഒരു മേഖലയിലൊക്കെ എന്താണ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കീഴിലുള്ളതാണ് വരുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസാണ്. IT ആയിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചർ ബേസിൽ വരുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസാണ്. സിസ്റ്റം എഞ്ചിനീയർ, ക്ലൗഡ് വെർച്വലൈസേഷൻ എഞ്ചിനീയർ, അതുപോലെ IT സർവീസ് മാനേജർ, ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ ക്ലൗഡ് ആർക്കിടെക്റ്റ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഡെവലപ്മെൻറ്റ്. ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഡെവലപ്മെൻറ്റ്. These range from data programmer to automation developer and from artificial intelligence developer to cloud developer. ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത് ഡേറ്റ പ്രോഗ്രാമർ തൊട്ട് ഓട്ടോമേഷൻ ഡെവലപ്പർ വരെയുള്ള ആൾക്കാരും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പർ തൊട്ട് ക്ലൗഡ് ഡെവലപ്പർ വരെയുള്ള ആൾക്കാരും എന്താണ് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്തുള്ള ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ അകത്ത് വെച്ചാൽ ആ ഒരു സെറ്റ് ഓഫ് റോൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഡെവലപ്മെൻറ്റ് ജോലികൾ ചെയ്യുന്നതാണ് ഡേറ്റ പ്രോഗ്രാമേഴ്സ്, ഓട്ടോമേഷൻ ഡെവലപ്പേഴ്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പേഴ്സും ക്ലൗഡ് ഡെവലപ്പേഴ്സും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഡേറ്റ പ്രോഗ്രാമേഴ്സ് ഓട്ടോമേഷൻ ഡെവലപ്പേഴ്സൊക്കെ ആരാണെന്ന് നമുക്ക് നോക്കാം, അവരുടെ ജോലി എന്താണെന്ന് നോക്കാം. റോൾ ഓഫ് എ ഡേറ്റ പ്രോഗ്രാമർ ഈസ് അനലൈസിങ് ഡേറ്റ, കൺസിഡറിങ് ബിസിനസ് പ്രോബ്ലംസ്, ഇൻ്റർപ്രിറ്റിംഗ് ഡേറ്റ ആൻഡ് ടേണിങ് ഇറ്റ് ഇൻ ടു ഇൻഫർമേഷൻ. ഡേറ്റ പ്രോഗ്രാമേഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാനെ അനലൈസ് ചെയ്യുക, ഡേറ്റ അനലൈസ്, അതുപോലെ ബിസിനസ് പ്രോബ്ലംസിനെ കൺസിഡർ ചെയ്യുക, അതുപോലെ എന്താണ് ഡേറ്റാസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതുപോലെ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുക ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ആരാണ് ഈ ഡേറ്റ പ്രോഗ്രാമേഴ്സ് ആണ്. ഓക്കെ, അതിൽ ഓട്ടോമേഷൻ ഡെവലപ്പേഴ്സ് എക്സ്പെക്റ്റഡ് ടു ഓട്ടോമേറ്റ് റെപ്പറ്റേറ്റീവ് സ്കിൽസ് ഇൻ ദ വർക്ക് പ്ലേസ്.
ദീസ് ജോബ് റോൾ വിൽ ബിക്കം ഇമ്പോർട്ടൻ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പം ചെയ്യുന്ന ഒരു വർക്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെ ഓട്ടോമേറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് സ്കില്ലുകളെ എന്ത് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോമേഷൻ ഡെവലപ്പേഴ്സിൻ്റെ റോള്. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ഈ ഓട്ടോമേഷൻ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും ഫ്യൂച്ചറിൽ. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാതെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓട്ടോമേഷൻ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ജോബ് റോൾ, അവരുടെ ജോബിൻ്റെ റോൾ എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ AI ഡെവലപ്പർ. AI ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ എയ്തർ ഹെൽപ്പ് ക്രിയേറ്റ് ആൻ AI ഓഫ് ടുമോറോ. അതായത് നാളത്തേക്കുള്ള ജനറേഷൻ വരുന്ന അനുസരിച്ച് നമ്മൾ എന്താ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുക. അപ്പം ഇനി വരുന്ന തലമുറയിലേക്കുള്ള എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് AI ഡെവലപ്പറിൻ്റെ റോള്. അതുപോലെ എന്താണ് ലിവറേജ് AI സർവീസുകളെ ലിവറേജ് ചെയ്യുകയും അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി AI സർവീസുകളെ ലിവറേജ് ചെയ്യുക എന്നുള്ളതും AI ഡെവലപ്പറിൻ്റെ ഡ്യൂട്ടിയാണ്. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പൈത്തൺ, C++, ജാവ, പ്രോലോഗ് പോലെയുള്ള കുറേ എക്സ്ട്രാ ലാംഗ്വേജസ് ആണ് AI ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ദെൻ അടുത്ത ഡെവലപ്പറാണ് ക്ലൗഡ് ഡെവലപ്പർ. വിൽ യൂസ് എക്സിസ്റ്റിംഗ് ക്ലൗഡ് ടെക് ടു ക്രിയേറ്റ് ന്യൂ സൊല്യൂഷൻ. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലൗഡ് ടെക്നോളജീസിനെ യൂസ് ചെയ്ത് പുതിയ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലൗഡ് ഡെവലപ്പേഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. അത് ആമസോൺ വെബ് സർവീസസ്, അഷ്വേഴ്സ്, അങ്ങനെയുള്ള ഇപ്പം നിലവിലുള്ള ക്ലൗഡ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് ക്ലൗഡ് ഡെവലപ്പേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ് സെക്യൂരിറ്റി. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സെക്യൂരിറ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഫ്യൂച്ചറിലെ ഓപ്പർച്യൂണിറ്റീസ്. സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റിനെയാണ് നമ്മൾ ബ്ലൂ ടീം എന്ന് പറയും. സെക്യൂരിറ്റി അനലിസ്റ്റിനെ തന്നെയാണ് ബ്ലൂ ടീം എന്ന് പറയുന്നത്. ബ്ലൂ ടീം വർക്കേഴ്സ് ഹൂ പ്രൊട്ടക്ട് സിസ്റ്റം ഫ്രം ഹാക്കേഴ്സിൽ നിന്ന് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി. അതുപോലെ വോൾനറബിലിറ്റീസ് ആക്സസേഴ്സ്, അവരെയാണ് പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് എന്നും പറയും. വോൾനറബിലിറ്റി ആക്സസ് ആണ് നുഴഞ്ഞു കയറുന്ന ആൾക്കാരില്ലേ, ഔട്ട്സൈഡിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പെനിട്രേഷൻ ടെസ്റ്റേഴ്സ്. അവരെ തന്നെയാണ് വോൾനറബിലിറ്റി ആക്സസേഴ്സ് എന്നും പറയുന്നത്. ഇവരെ റെഡ് ടീം എന്നാണ് പറയുക. വോൾനറബിലിറ്റി ആക്സസേഴ്സിനെ റെഡ് ടീം എന്നും സെക്യൂരിറ്റി അനലിസ്റ്റുകളെ ബ്ലൂ ടീം എന്നുമാണ് പറയുന്നത്. ഹൂ ഹെൽപ്പ് ഡു ടെസ്റ്റ് ഇൻട്രൂഷൻ ഇൻ ടു സിസ്റ്റം ടു സീ വെയർ ഡിഫൻസ് ഹാവ് ഫെയിൽഡ്. ഈ വോൾനറബിലിറ്റി ആക്സസേഴ്സ് നമുക്ക് എന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇൻട്രൂഷൻ, അതായത് നുഴഞ്ഞ് നമ്മുടെ സിസ്റ്റത്തിൽ കയറുന്നതെന്ന് കണ്ടുപിടിക്കാനും എവിടെ വെച്ചാണ് നമുക്ക് ഡിഫൻസ്, അതായത് നമ്മുടെ പ്രതിരോധം നഷ്ടപ്പെടുന്നതൊക്കെ ചെക്ക് ചെയ്യാൻ അല്ലെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വോൾനറബിലിറ്റി ആക്സസേഴ്സ് അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ അടുത്ത സെക്യൂരിറ്റി ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ് കണ്ടിന്യൂറ്റി ഓർ ഡിസാസ്റ്റർ റിക്കവറി. Business continuity or disaster recovery. This job is vital to help firms plan against man-made or natural disasters and events. അതായത് ഇപ്പം man-made അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ അതിൻ്റെ ഫലമായിട്ട് അത് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഫേംസിനെയൊക്കെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഓർഗനൈസേഷനെയൊക്കെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ജോലിയാണ് ഈ ബിസിനസ് കണ്ടിന്യൂറ്റി ഓർ ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറയുന്നത്. മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക, അതിന് എതിരായിട്ട് സ്ഥാപനങ്ങളെ ഒരു ഫോംസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇപ്പം മാൻമെയ്ഡ് പ്ലാൻ ചെയ്യുവാണ്, ഇന്നൊരു സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫേമിലേക്ക് അറ്റാക്ക് വരുന്നതിനെ എന്ത് ചെയ്യുന്നു, തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റീസ് ദ സ്പിയർ ഓഫ് ഡേറ്റ. ഓപ്പർച്യൂണിറ്റീസ് ദ സ്പിയർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മുടെ ഡേറ്റ മേഖലയിലെ അവസരങ്ങൾ. ഡേറ്റ ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബേസ് ചെയ്തിട്ട് ഡേറ്റ മേഖലയിലെ 4 മേഖലയുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് 4 ഫീൽഡ് അല്ലെങ്കിൽ 4 സ്പിയേഴ്സ്. അതിനകത്താണ് ഡേറ്റ സ്പിയർ, ഓപ്പർച്യൂണിറ്റി ഡേറ്റ സ്പിയർ.
These roles range from job in the field of analytics, big data job and small data jobs. അതായത് എന്താണ് ഈ ഡേറ്റ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നതാണ് അനലിസ്റ്റുകൾ, ബിഗ് ഡേറ്റ ജോബുകൾ, അതുപോലെ സ്മോൾ ഡേറ്റ ജോബുകളൊക്കെ എന്താണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദി ഡേറ്റ എന്ന് പറയുന്ന ആ സ്പിയറിൻ്റെ അകത്തുള്ളതാണ് എന്ത് അനലിസ്റ്റുകൾ, ബിഗ് ഡേറ്റ ജോബുകൾ, സ്മോൾ ഡേറ്റ ജോബുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതാണ് അനലിസ്റ്റുകളൊക്കെ. ലാസ്റ്റ്ലി ദർ ആർ എസെൻഷ്യൽ ജോബ് റോൾസ് റിഗാർഡ്ലെസ് ഓഫ് IT ഫങ്ഷൻ സച്ച് ആസ് പ്രൊജക്ട് മാനേജർ. അതായത് നമ്മൾ IT ഫങ്ഷനുമായിട്ട് ബേസ് ചെയ്ത് അല്ലാത്ത എക്സാമ്പിൾ ഇപ്പോൾ പ്രൊജക്റ്റ് മാനേജേഴ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ IT ഫീൽഡുമായിട്ട് അവർക്ക് വലിയ ഒരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ് അവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രൊജക്റ്റ് മാനേജറൊക്കെ എന്താണ് നമ്മുടെ ഡേറ്റ ഓപ്പർച്യൂണിറ്റിക്കകത്ത് വരുന്ന ആൾക്കാരാണ്. അനലിസ്റ്റുകൾ, ബിഗ് ഡേറ്റ ജോബ്, സ്മോൾ ഡേറ്റ ജോബ്, അതുപോലെ പ്രൊജക്റ്റ് മാനേജേഴ്സൊക്കെ. പ്രൊജക്റ്റ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് മോർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഈസി ആയിട്ട് മാർക്കറ്റിൽ സ്പീഡപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ടുമോറോസ് പ്രൊജക്റ്റ് മാനേജർ വുഡ് അപ്ലൈ എവർ മോർ റിഫൈൻഡ് വേ ടു ഇനിഷ്യേറ്റ്, ട്രാക്ക് ആൻഡ് ഇവാലുവേറ്റ് പ്രൊജക്റ്റ്. അതായത് ഇനി വരുന്ന പ്രൊജക്റ്റ് മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒരു മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രൊജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. അതായത് ഇപ്പം എന്താണ് ഒരു ഇപ്പം നമുക്ക് ടൈമാണല്ലോ ഇല്ലാത്ത, അപ്പം സമയബന്ധിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കമ്പനികളിലും ഈ പ്രൊജക്റ്റ് മാനേജർമാരില്ലേ, പ്രൊജക്റ്റ് മാനേജർമാർ, അത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ടു ഹെൽപ്പ് സ്പീഡ് ടൈം ടു മാർക്കറ്റ്. അതായത് സ്പീഡ് ടൈമിൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനൊരു കൺസെപ്റ്റ് ഓൾമോസ്റ്റ് കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ 4 ഓപ്പർച്യൂണിറ്റീസ് ആണ് പഠിച്ചത്. ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എന്താണ് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സെക്യൂരിറ്റി, ദെൻ ലാസ്റ്റ് പഠിച്ചതാണ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡേറ്റ, സ്പിയർ ഓഫ് ഡേറ്റ. അതായത് ഡേറ്റ മേഖലയിലുണ്ടാകുന്ന നമ്മുടെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് നോക്കിയത്. അതായത് അത് IT ഫങ്ഷൻസുമായിട്ട് റിഗാർഡ്ലെസ് ഓഫ് IT ഫങ്ഷൻ. എക്സാമ്പിൾ പ്രൊജക്റ്റ് മാനേജർ, അതുപോലെ അനലിസ്റ്റുകൾ, ബിഗ് ഡേറ്റ ജോബുകൾ, സ്മോൾ ഡേറ്റ ജോബുകളൊക്കെ എന്താണ് ഡേറ്റ ഓപ്പർച്യൂണിറ്റീസിനകത്ത് വരുന്നതാണ്, ഡേറ്റ അവസരങ്ങൾക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കിനി അടുത്ത നോക്കാനുള്ള IT ഇൻഡസ്ട്രി ത്രെഡുകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.